നമസ്കാരം. ഇന്നലെ മലയാളിക്ക് മുന്നിലേക്ക് എത്തിയ ഒരു വാക്കാണ് ശവം തൂക്ക്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും CPM BJP ഡീലും അതുമാറി CPM SDPI ഡീലും തുടർഭരണത്തിൻ്റെ അപകടവും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ഒക്കെ കൂടി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിറച്ചു നിർത്താൻ പ്രതിപക്ഷവും ഒരു സംഘം മാധ്യമങ്ങളും ഒരു ഭാഗത്ത് പാടുപെടുമ്പോൾ പെട്ടെന്ന് കയറി വന്ന് എല്ലാം അട്ടിമറിച്ച ഒരു വാക്ക്. M. സ്വരാജ് വാർത്താസമ്മേളനം നടത്തി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത പണം മുക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കാൻ വേണ്ടി പ്രയോഗിച്ച വാക്ക്. എന്നാൽ CPIMൻ്റെ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M. സ്വരാജ് പ്രയോഗിച്ച ആ വാക്കോ, സ്വരാജിൻ്റെ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ച വിഷയമോ, സ്വരാജ് എന്ന വാക്ക് തന്നെയോ മനോരമ മുതൽ ആ നിരയിലുള്ള ഒരൊറ്റ പത്രത്തിലും കാണില്ല. അങ്ങനെ ഇപ്പം നിങ്ങൾ അറിയേണ്ട വായനക്കാരെന്നാണ് നിലപാട്. ഒന്നാം നിര ചാനലുകളും വയനാട് ഫണ്ട് മുക്കൽ ചർച്ചയാകാതിരിക്കാൻ പാടുപെടുന്നു. ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ചർച്ചകൾ ഇല്ലാതിരിക്കാനുള്ള പരമാവധി ശ്രമം. ഇനി ഭരണത്തിലേക്ക് വരാൻ പോകുന്ന പാർട്ടി അവിടെ എന്തൊക്കെ ചെയ്തു എന്നതിന് വയനാട് ഫണ്ട് പിരിക്കൽ മുക്കൽ വരെയുള്ള കാര്യങ്ങൾ കോൺഗ്രസിനെയും ഭരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന UDFനെയും പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു ചർച്ചയും നടത്താതിരിക്കാനുള്ള ആസൂത്രിത നീക്കം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാവും. ഈ സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയ വഴി അതിനെ മറികടക്കാൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളടക്കം മുൻനിർത്തി വികസന ചർച്ചയ്ക്ക് CPM ശ്രമിക്കുന്നത്. അപ്പുറത്ത് 5 മില്യൺ കോടികളുടെ കനകോലുമാർ അണിനിരന്ന അവസ്ഥ. അപ്രതീക്ഷിതമായി കോടിക്കിലുക്കത്തിന് മേൽ കനത്ത ആഘാതമേൽപ്പിക്കുന്ന ട്രംപ് കാർഡ് CPM എടുത്തുപയോഗിച്ചു. അത് ഈ ശവം തൂക്കും വയനാട് സതീശൻ്റെ രോഷവും വരെ എത്തി നിൽക്കുന്നുണ്ട്. പ്രചരണത്തിൻ്റെ സൂത്രവാക്യങ്ങളെ പൊളിച്ച് CPM എങ്ങനെയാണ് മേൽക്കൈ നേടിയത്? എന്താണ് കേരളത്തിലെ പ്രചരണത്തിൻ്റെ സ്ഥിതി? ആദ്യം നമുക്ക് ഇന്നത്തെ മനോരമ പത്രം നോക്കാം. ഈ പ്രചരണങ്ങളെയൊക്കെ മറികടക്കാൻ കെൽപ്പുണ്ട് എന്ന് വിചാരിക്കുന്ന നമ്മുടെ പത്രമുത്തശ്ശി മനോരമ പത്രം നടത്തുന്ന ഗിമ്മിക്കുകൾ നോക്കാം. ഇന്നത്തെ മനോരമയിലെ 12 വാർത്തകൾ, അതിൻ്റെ തലക്കെട്ടുകൾ മാത്രമാണ് ഞാൻ വായിക്കുന്നത്. 1. കേന്ദ്ര ഫണ്ട് ഇടത് സർക്കാർ കൊള്ളയടിച്ചു എന്ന നരേന്ദ്രമോദിയുടെ ആരോപണം 1-ാം പേജിൽ വലിയ ബാനറിലുണ്ട്. 2 ജില്ലകളെ ഇളക്കിമറിച്ച് മോദി ഷോ. 3. SDPI ബന്ധത്തിൽ മുഖ്യമന്ത്രിയെ ഉന്നമിട്ട് കോൺഗ്രസ്. അത് ലീഡ് വാർത്തയായിട്ട് തന്നെയുണ്ട്. 4. CPM SDPI പരസ്യധാരണ ചെന്നിത്തല. 5. രാഹുൽ ഗാന്ധി ഇന്ന് പത്തനംതിട്ടയിലും കോട്ടയത്തും. 6. പിണറായി പറയുന്നത് നുണകൾ എന്ന് സതീശൻ. 7. അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ പിണറായിക്കോ ഗോവിന്ദനോ ധൈര്യമുണ്ടോ എന്ന് നമ്മുടെ G. സുധാകരൻ. 8. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥികളുടെ വാഹനങ്ങൾ തടഞ്ഞ് അക്രമം. 9. UDF ഗ്യാരണ്ടിക്ക് ജനം വോട്ട് ചെയ്യും. ചെന്നിത്തലയുമായി പ്രത്യേക അഭിമുഖം. എഡിറ്റ് പേജിൽ അരപ്പേജുണ്ട്. അതേ എഡിറ്റ് പേജിൽ ബാക്കി അരപ്പേജിൽ എന്താ? 10-ാമത്തേത് ഒട്ടുമില്ലല്ലോ ചാരുത എന്ന ആഴ്ചക്കുറിപ്പ് വിമതൻ്റെ. നാളെ ഈ ഭയങ്കര സറ്റേറിക്കലാണെന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു അരപ്പേജ്. ഇതൊന്നും കൂടാതെ മലബാറിൽ UDF തരംഗം എന്ന മനോരമയുടെ സർവേ വലിയ അക്ഷരത്തിൽ അച്ചടിച്ചിട്ടുണ്ട്. എന്താ? അവർ തന്നെ ഉണ്ടാക്കിയ ഒരു സർവേ. ഇനി പ്രാദേശിക പേജിലും പ്രസ്താവനകളായും ഒക്കെ ഈ ടൈപ്പ് വാർത്ത നിറച്ചുണ്ട്. ഞാൻ ഈ 12 മാത്രം ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ഇത് മാത്രം എടുത്താണ്. വേറെ വാർത്തകളൊന്നുമില്ല. അതുകൊണ്ടിപ്പോൾ വായിക്കാനും പത്രം മനോരമ വായിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്തൊക്കെയാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നലെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് LDFൻ്റെ നേതാക്കൾ, നേരത്തെ പറഞ്ഞ M. സ്വരാജ് സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് അടക്കം എത്ര നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി. മറ്റു വാർത്ത പോട്ടെ, ഇതിൻ്റെ പ്രസ്താവനയെങ്കിലും കൊടുക്കണ്ടേ? മുഖ്യമന്ത്രിയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും 1 മണിക്കൂറോളം പ്രസ് മീറ്റ് നടത്തുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ഉത്തരങ്ങൾ മാത്രമാണ്. അതിലെ ഒരു വരി എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അതാണ് രസം. എന്നാൽ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ആ വാർത്ത ഞാൻ കാണിച്ചു തരാം. ടൈറ്റിൽ ഇതാണ്. 12-ാമത്തേതായി നിങ്ങൾ മുമ്പിൽ വെക്കുന്ന ആ വാർത്ത. മാധ്യമപ്രവർത്തകരോട് ക്ഷോഭിച്ച് മുഖ്യമന്ത്രി. 1 മണിക്കൂർ വാർത്താ സമ്മേളനത്തിൽ ഡീൽ വിവാദത്തിലെ കുനിഷ്ഠ ചോദ്യത്തോട് ദേഷ്യത്തോടെ പ്രതികരിച്ച മുഖ്യമന്ത്രിയുടെ ആ ദേഷ്യം മാത്രം ഒപ്പിയെടുത്ത് വാർത്തയാക്കി. എന്താണ് മൂപ്പര് പറഞ്ഞതെന്നില്ല കേട്ടോ, ദേഷ്യം മാത്രം. അല്ലാതെ ഒരു വിഷയത്തിലും മൂപ്പര് പറഞ്ഞ ഒരു കാര്യം ഇന്നത്തെ മനോരമയിലില്ല. ഇനി UDF നേതാക്കളുടെ വാർത്തകൾ മുക്കും എന്ന് ഞാൻ പറയുകയാണ് ഈ മനോരമ. അപ്പോൾ നിങ്ങൾ ഇവർക്ക് ബാലൻസ് ചെയ്യല്ലോ, LDF മുക്കും UDF മുക്കും. പക്ഷേ UDFൻ്റെ മുക്കുന്നത് ഒരു പ്രത്യേകതരം വാർത്തയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ വാർത്ത കൊടുത്താൽ അവർക്ക് ബുദ്ധിമുട്ടാകും എന്ന് കരുതിയാണ്. അങ്ങനത്തെ പ്രസ്താവനകളാണ് നിരന്തരം പലരും നടത്തുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വയനാടുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളുണ്ടല്ലോ, അത് ഒന്നാകെ ആ ആരോപണത്തിലേക്ക്, ആ പ്രശ്നത്തിലേക്ക് നമ്മളെ ചിന്ത കൊണ്ടുപോകുന്ന ഒരൊറ്റ വാർത്തയും കൊടുക്കില്ല. അത്തരം പ്രസ്താവനകളൊന്നും കൊടുക്കില്ല. കോൺഗ്രസിൻ്റെ 100 വീടിന് കല്ലിട്ടത് മാത്രമല്ല, പണി തുടങ്ങി എന്ന് പറഞ്ഞ VD സതീശൻ്റെ അസത്യം നാട്ടുകാർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി അത് കൊടുക്കാതെ മുക്കും. DYFI അവിടെ സമരം തുടങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് ഇന്നലെ സതീശൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരെ ഞങ്ങൾ അടിച്ചോടിക്കും എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവിടെ വീട് പണി ആരംഭിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അവിടെ സമരം ചെയ്യാമെന്ന് അടിച്ചോടിക്കും എന്നാണ് പറഞ്ഞത്. അത് ഒരുപക്ഷെ കേരളം മുഴുവൻ ശ്രദ്ധിച്ച പ്രതികരണമാണ്. അത്
മനോരമയിൽ കാണില്ല. ഇനി എതിരാളികളുടെ പ്രയോഗങ്ങളും അങ്ങനെ തന്നെ. എം സ്വരാജിൻ്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനം ഒരൊറ്റ വരി മനോരമയിലില്ല. ജാഗ്രതകൾ പല വിധത്തിലാണ് പത്രങ്ങളിങ്ങനെ ജാഗ്രതയായി മുന്നോട്ട് പോകുന്നത്. കായംകുളത്ത് CPM സ്ഥാനാർത്ഥി യു പ്രതിഭ ശരീരം വിൽപ്പനയ്ക്ക് വെച്ച് വോട്ട് പിടിക്കുന്നു എന്ന് UDFിൻ്റെ മണ്ഡലം ചെയർമാൻ തന്നെ ആക്ഷേപിച്ചത് നാടുനീളെ ചർച്ച ചെയ്തതും പ്രതിഷേധം ഉയർന്നതുമാണ്. മനോരമ വായിച്ച ആളുകൾക്ക് അത് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ മനോരമ അതിൻ്റെ മറ്റു ചില അനുരണനങ്ങൾ അനുഭവിച്ചു. ആൾക്കെതിരെ നടപടിയെടുത്തു. UDF പാവല്ലേ എന്നൊക്കെയുള്ള മട്ടിൽ വാർത്ത കൊടുത്ത് സായുജ്യം അടഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയത്. എന്നാൽ നാട്ടുകാർ ചോദിക്കുന്നുണ്ടല്ലോ, ഇതെന്ത് പത്രമാണ്, ഇങ്ങനെ ഇത്രയും വലിയൊരു ഗൗരവമുള്ള സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ടാവുമല്ലോ. അപ്പം മനോരമ ചരിത്രത്തിൽ നമുക്ക് ഇടമുള്ളതാണല്ലോ. ഭാവിയിൽ ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും നമുക്കെടുത്ത് കാണിക്കണ്ടേ. അപ്പോൾ ഒരു മുഖപ്രസംഗം എഴുതി ഇന്ന്. ആ മുഖപ്രസംഗം ഭയങ്കര രസമാണ്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: രാഷ്ട്രീയ കേരളം ഇങ്ങനെ തരം താഴരുത് എന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര മനോരമക്ക് ബുദ്ധി വന്നു എന്ന്. വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരായ അധിക്ഷേപങ്ങൾ അപലപനീയം എന്നൊരു ചെറിയ ഹൈലൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മനോരമക്ക് നേരം വെളുത്തു. പ്രതിഭയ്ക്കെതിരായ ആക്ഷേപത്തിൽ മുഖപ്രസംഗം. വായിച്ചു നോക്കിയപ്പോഴല്ലേ രസം. വനിതാ സ്ഥാനാർത്ഥികൾക്കെതിരായ ആക്ഷേപങ്ങൾക്കായി മൊത്തത്തിലാണ് മുഖപ്രസംഗം. മൊത്തത്തിൽ എഴുതിക്കോട്ടെ, എന്നാൽ അതിൽ ഒരു വരി പ്രതിഭയ്ക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ പ്രതിഭയ്ക്ക് എതിരെ പറഞ്ഞത് മോശമെന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? ഇല്ല, അതങ്ങനെയല്ല. നമ്മൾ ലോകത്തിലാകെ പലതും നടക്കുന്നുണ്ടല്ലോ, അതിലാകെ ഞങ്ങൾക്ക് വിഷമമുണ്ട്. വായിച്ചു കഴിഞ്ഞപ്പോൾ പ്രതിഭയോ അതാര് എന്ന് മനോരമ മുഖപ്രസംഗം നമ്മുടെ മുമ്പിൽ നിന്ന് ചോദിക്കും. മനോരമ ആഗോളമായി തന്നെ സ്ത്രീപക്ഷത്ത് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കേരളം അവിടെ നിന്നല്ല, നമുക്ക് ആഗോളമായി സ്ത്രീപക്ഷത്താണ് എന്നാണ് പറയുന്നത്. ഇനി ആയിക്കോട്ടെ, മനോരമയ്ക്ക് എതിർപ്പുള്ള ഒരു വനിതാ നേതാവായതുകൊണ്ടായിരിക്കും അങ്ങനെ അവരെ ആർക്കും അധിക്ഷേപിക്കാമെന്നാണല്ലോ മാധ്യമങ്ങളുടെ ഒരു നയം. നമുക്ക് എതിർപ്പാണെങ്കിൽ ആയത് അധിക്ഷേപിച്ചാലും നമ്മൾ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുക, മറ്റ് ചില പകരം ന്യായങ്ങൾ നിരത്തിക്കൊണ്ട്. ഇന്നത്തെ ഒരു മുഖപ്രസംഗം തന്നെ അപ്രസക്തമാക്കും മട്ടിൽ 1-ാം പേജിൽ ഒരു കാർട്ടൂണുണ്ട്. അതാണ് ഞാൻ ഈ മുഖപ്രസംഗം പറയാൻ കാരണം. ചിത്രമൊക്കെ വരച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സ്ത്രീ അധിക്ഷേപം മനോരമയുടെ ഈ കാർട്ടൂണാണ്. കുഞ്ചുകുറുപ്പ് എന്ന് പറഞ്ഞൊരു അധിക്ഷേപ കോളം. അതിൽ അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ പിണറായി വിജയനെയും ഗോവിന്ദനെയും വെല്ലുവിളിച്ച് സുധാകരൻ എന്ന വാർത്ത എഴുതിയിട്ടുണ്ട്. എന്നിട്ട് കുഞ്ചുകുറുപ്പിൻ്റെ കൗണ്ടറാണല്ലോ. കുഞ്ചുകുറുപ്പിനോട് ധൈര്യമുള്ളവർ ഭാര്യയെ മത്സരിപ്പിക്കട്ടെ എന്ന് എം വി ഗോവിന്ദൻ മാഷ് കുഞ്ചുകുറുപ്പിനോട് പറയുകയാണ്. ഒരു സ്ത്രീയെ ഇതിൽ പരം എന്താ അധിക്ഷേപിക്കാനാണ്? തളിപ്പറമ്പിൽ PK ശ്യാമള എന്ന CPMൻ്റെ മഹിളാ അസോസിയേഷൻ്റെ നേതാവ് മത്സരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ സുധാകരൻ ഭാര്യയെ മത്സരിപ്പിക്കട്ടെ എന്നാണ് ഈ കുഞ്ചുകുറുപ്പ് അധിക്ഷേപിക്കുന്നത് മനോരമയിലൂടെ. മനോരമ മുഖപ്രസംഗം അകത്തിരിക്കുന്നവർക്ക് തന്നെ വായിക്കാൻ കൊടുത്താൽ മതി. ഈ കുഞ്ചുകുറുപ്പ് എന്ന ആക്ഷേപക്കോളം വായിച്ചിട്ട് പത്രത്തിൽ ഇരിക്കുന്ന എഡിറ്റർമാർക്കും ഇമാതിരി കാർട്ടൂൺ വരക്കുന്ന ആളുകൾക്കും അവരുടെ മുഖപ്രസംഗം തന്നെ വായിക്കാൻ കൊടുക്കണം. അന്നേരം മനസ്സിലാവും മുഖപ്രസംഗവും സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതാണ് അവരുടെ നയം എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രചരണത്തിലെ മേൽക്കൈയെ കുറിച്ചാണല്ലോ. പ്രചരണത്തിൽ ഇമാതിരി പണികൾ 12 വാർത്തയും മുഖപ്രസംഗവും കാർട്ടൂണും ഒക്കെ വരച്ചിട്ടും അവരുടെ അവസ്ഥ ഇതാണെന്നാണ് പറഞ്ഞത്. നരേന്ദ്രമോദി മുതൽ രാഹുൽ ഗാന്ധി വരെ നാഷണൽ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് 1-ാം പേജിലും ചാനൽ തലക്കെട്ടുകളിലും ഫുൾ സ്പേസ്. അതിനിടെയാണ് പിണറായിയുടെ വാർത്താ സമ്മേളനം. അതുതന്നെ മുക്കലിന് വിധേയമാകുന്ന വാർത്താ സമ്മേളനം. എന്നാൽ 2 ദിവസമായി VD സതീശൻ മുതൽ ചില മാധ്യമങ്ങളുടെ വാർത്തമുക്കൽ വെപ്രാളം വരെ നമ്മളെ ഇങ്ങനെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. എന്താ സംഗതി എന്ന് ഞാൻ അന്വേഷിച്ചു പോയി. പ്ലാൻ പലതും പാളിപ്പോവുകയാണ്. വമ്പൻ മാധ്യമങ്ങളും വമ്പൻ നേതാക്കളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെ മറികടക്കുന്ന ആക്രമണം LDF ക്യാമ്പിൽ സംഭവിക്കുകയാണ്. സാധാരണ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു സാന്നിധ്യം മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കും. എന്നാൽ MV ഗോവിന്ദൻ മാഷിന്റെ സ്ഥിതി വ്യത്യസ്തമാണ്. പ്രതികരിക്കാൻ ഇറങ്ങിയാൽ ഉദ്ദേശിച്ചതിന് ഓപ്പോസിറ്റ് റിസൾട്ട് ഉണ്ടാക്കുന്ന വിധത്തിലാണ് പലപ്പോഴും റിപ്പോർട്ടർമാരോട് തർക്കിച്ച് നേരം കളയും, വിഷയം മാറും. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഒറ്റയാൾ പോരാട്ടത്തിന് ഇരുവശത്ത് 2 പേർ ഇറങ്ങിയത്. സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജും MV നികേഷ് കുമാറും. പ്രചാരണ വിഷയം സ്വയം തീരുമാനിച്ച് അജണ്ട സെറ്റ് ചെയ്യലാണ് കനകോലുവിൻ്റെ അപ്പുറത്തെ തിയറി. സർക്കാർ ഭരണപ്രവർത്തനം വിലയിരുത്തുന്ന പരിപാടിയിൽ നിന്ന് വിഷയം മാറ്റുക, ന്യൂനപക്ഷങ്ങളെ അടക്കം ആശങ്കയിലാക്കുന്ന തന്ത്രം പയറ്റുക, ഇതാണ് രീതി. ഇതിൻ്റെ ഭാഗമായി 2 ഡീൽ വിവാദമാണ് ഉയർത്തിയത്. ഒന്ന്, മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുക. മറ്റൊന്ന്, ഭരണത്തിലെത്തണമെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ വേണം എന്നുള്ള ഒരു തിയറി കൂടി കനകോലു മുന്നോട്ട് വെച്ചിരുന്നു. അതിനായി 2 ഡീൽ ഇത്തവണ ഉയർത്തി. ഒന്ന്, മുസ്ലിം ന്യൂനപക്ഷത്തെ അകറ്റാൻ BJP ഡീൽ. 2, ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളെ CPMൽ നിന്ന് അകറ്റാൻ SDPI ഡീൽ. വിചിത്രമാണ് വാർത്തകളും അതിൻ്റെ കുക്കിങ്ങും. എന്നാൽ ഡീലിൽ സതീശൻ്റെ ഗോൾവാൾക്കർ ഭക്തിയും പറവൂര വിജയവുമൊക്കെ തിരിച്ചടിച്ചു. മാധ്യമങ്ങൾ ഒന്നാകെ ഉണ്ടായിട്ടും നേമത്തെ BJPയുടെ മുൻകാല വിജയത്തിനായി മറിച്ച കോൺഗ്രസ് വോട്ടും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി മറിച്ച കോൺഗ്രസ് വോട്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു. ഇതിന് പിന്നാലെ വയനാട് ഫണ്ട് മുക്കൽ നാട്ടുകാരുടെ മുമ്പിലേക്ക് വന്നു. M സ്വരാജ് വാർത്താ സമ്മേളനം തുടങ്ങി. MV നികേഷ് കുമാർ തൻ്റെ ഫേസ്ബുക്ക് പേജിലും അല്ലാതെയും ക്യാമ്പയിൻ ആരംഭിച്ചു.
സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. മില്യൺ കണക്കിന് കാഴ്ചക്കാരുമായി അവരുടെ വാർത്താ സമ്മേളനങ്ങളും വീഡിയോകളും പ്രചരിച്ചു. അപ്പുറത്ത് കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ വമ്പൻ ഡീൽ വാർത്തകൾ നിന്ന് കിതക്കുമ്പോഴാണ് ഈ കുതിപ്പ്. സ്വരാജിൻ്റെ വരവ് ആഘോഷമായി. വാർത്താ സമ്മേളനങ്ങളിലെ ഓരോ വാക്കുകളും ആഘാതമുണ്ടാക്കുന്ന കനമുള്ളവയായിരുന്നു. വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങളിലെ ശവം തൂക്കി സ്വഭാവമുള്ള കഥാപാത്രം വരെ നമ്മളിലേക്കെത്തി. ചുരുക്കത്തിൽ CPM കളം മാറ്റി കളിക്കാൻ തുടങ്ങി എന്നർത്ഥം. സർക്കാർ പ്രവർത്തനം എന്ന ചർച്ചയിൽ നിന്ന് ചർച്ച വഴിമാറ്റി വിടാനുള്ള ആസൂത്രിത നീക്കങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക. അതിന് അതിൻ്റെ ആഘാതമുയർത്താൻ കെൽപ്പുള്ളവരെ തന്നെ ഇറക്കുക. പിണറായി മുന്നിൽ, സ്വരാജും നികേഷും അടക്കം പാർട്ടി മൊത്തം ഒരു ഭാഗത്ത്. മോദി മുതൽ രാഹുൽ ഗാന്ധിയും ഒന്നാംനിര പത്രങ്ങളും ചാനലുകളും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ CPMൻ്റെ ഈ പടയുടെ പ്രതിരോധം പക്ഷേ പ്രതിപക്ഷം വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. 5 മില്യൺ കോടിയുടെ കനകോല് പോലും വെപ്രാളത്തിലാണ്. പ്രചാരണ രംഗത്ത് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇതെല്ലാം കണ്ട് സതീശൻ മാധ്യമങ്ങളോട് ചൂടായി. പ്രതിഷേധിക്കുന്നവരെ അടിച്ചോടിക്കും എന്നിവരെ പറഞ്ഞു. മനോരമ അടക്കം ആ വാർത്തകൾ മുക്കി. നാട്ടുകാരറിയാതിരിക്കാൻ മാക്സിമം തന്ത്രങ്ങൾ പയറ്റി. നാട്ടുകാർ മുക്കിയത് അറിഞ്ഞില്ല എന്നുള്ളതാണ് സ്ഥിതി. കാരണം അതിനും മേലെ സംഭവങ്ങളായി അവരിലേക്ക് എത്തുന്നു. മുക്കിയവർ മുങ്ങിയെടുത്ത് നിൽക്കുകയാണ്. ഒടുക്കം ഇതിങ്ങനെ പോയാൽ പറ്റൂല എന്ന് വിചാരിച്ചിട്ടോ എന്തോ വയനാട്ടിൽ സർക്കാർ കൈമാറിയ വീട് പണി പൂർത്തിയാകാത്തതാണ് എന്നൊരു പ്രചരണം കൗണ്ടറായി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. അതിന് പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസും ചില മാധ്യമങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. എന്നാൽ മാതൃഭൂമി സ്ഥലത്ത് പോയപ്പോൾ വീട്ടുടമസ്ഥന്മാർ അത് പൊളിച്ചു. ഏറ്റവും രസകരമായ കാര്യം ഇമാതിരി വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സ്ഥലത്ത് പോയി സെറ്റിടുമ്പോഴേ പൊളിക്കുന്നു എന്നതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം അതിന് പിന്നാലെ വൈകുന്നേരം വയനാട് ടൗൺഷിപ്പിൽ ആരുമില്ലാത്ത നേരത്ത് ചിലരെയും കൂട്ടി കൊണ്ടുപോയി പ്രതികരണമൊക്കെ എടുത്ത് വമ്പൻ ബ്രേക്കിംഗ് ആസൂത്രണം ചെയ്തു എന്നൊരാക്ഷേപവുമായി ഒരു സംഘം രംഗത്തെത്തി. വാർത്ത വരും മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ പൊളിക്കാനിറങ്ങി ചില മാധ്യമ വിരുദ്ധർ. VD സതീശൻ ഓരോ ദിവസവും പറയുന്ന അസത്യങ്ങൾ മാത്രം എടുത്ത് വസ്തുത ചേർത്ത് വെച്ച് റീലുകൾ ഇടുന്ന ഒരു ഫാക്ട് ചെക്ക് പേജാണ് നുണേശൻ എന്ന പേരിലുള്ളത്. അതിൻ്റെ 3 പേജുകൾ തുടർച്ചയായി പ്രതിപക്ഷ നേതാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പൂട്ടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒടുവിൽ അവർ നുണേശൻ 4.0 എന്ന പേരിലാണ് പേജ് റീലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ പേജിൽ ഇന്നലെ വന്ന ഒരു പോസ്റ്റാണിത്. വയനാട് ടൗൺഷിപ്പ് പണി തീർന്നില്ല എന്ന് സ്ഥാപിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാരെയും കൂട്ടി സ്ഥലത്തെത്തി അവർ പ്രതികരണമൊക്കെ എടുത്ത് സെറ്റിട്ട് റെഡിയാക്കി. അത് വമ്പൻ ബ്രേക്കിംഗായി അടിക്കാൻ പോവുകയാണ് എന്നും നേരത്തെ തന്നെ ഈ പേജിൽ ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ടു. എന്തായാലും ഇതിൻ്റെ തുടർച്ചയായിട്ടാണോ എന്തോ പ്രതീക്ഷിച്ചതുപോലെ ചാനലിൽ വാർത്ത വന്നിട്ടില്ല. ചുരുക്കത്തിൽ തുടക്കത്തിൽ മേൽക്കൈ നേടിയ കനകോലു തിയറി അടപടലം പൊളിഞ്ഞു പോവുകയാണ്. ഇന്നത്തെ മനോരമയിൽ കണ്ട ലൈക്കിൽ ആര് കലക്കും എന്ന മത്സരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ എന്ന ഒരു വാർത്തയുണ്ട്. അതിൽ പറയുന്ന കാര്യമുണ്ട്. കോൺഗ്രസിൻ്റെ പ്രൊഫഷണൽ സംഘം പ്രചരണത്തിൽ വൻ മുന്നേറ്റമാണ്. അതായത് കനകോലുവിൻ്റെ 5 മില്യൺ കോടി റുപ്പീസ് ടീം, ഇപ്പുറത്ത് നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ടീം, പിന്നെ BJPയുടെ ജംബോ കോർപ്പറേറ്റ് സംഘം. ഈ കോടികളുടെയും കോർപ്പറേറ്റുകളുടെയും പ്രചരണത്തിനിടെ ദുർബലമായി പോകും എന്ന് കരുതിയ സംഘം എന്ന് മനോരമ വാർത്തയിൽ നിന്ന് വ്യക്തം. പക്ഷേ നേരം വെളുക്കുമ്പോൾ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി പറയേണ്ട സ്ഥിതിയിലേക്ക് എതിരാളികളെത്തി. ആയുസ് കുറഞ്ഞ PR ഡീലിംഗ് വാർത്തകൾ. അപ്രതീക്ഷിതമായ ആഘാതത്തെ മറികടക്കാൻ കനകോലുവിൻ്റെ ഡിക്ഷണറിയിൽ ഇനിയും എന്തൊക്കെയുണ്ട് എന്നറിയാൻ പ്രതിപക്ഷ നേതാവ് വന്ന് കാര്യങ്ങൾ പറയുന്നതുവരെ കാത്തിരിക്കണം. നന്ദി, നമസ്കാരം.